ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്ത് ഒരു പെൻസിൽ ഹോൾഡർ അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ് ചെയ്യുന്ന ബ്രഷൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ എയർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ചുരുക്കി പറയാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് ഇളം ചൂടുവെള്ളം, 1/4 കപ്പ് ഉപ്പ്, പിന്നെ 1 സ്പൂൺ ബോഡി ലോഷൻ, അല്ലെങ്കിൽ ബോഡി ലോഷൻ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള ഉപ്പ് നല്ലോണം അലിയണ വരെ സമയം എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒട്ടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടാത്തൊരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഞാനിപ്പോൾ ടേബിളിൽ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് തൂവി കൊടുത്തിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചിട്ട് പരത്തിയെടുക്കുക. പക്ഷെ നമുക്ക് നീളത്തിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അതേപോലെ അത്യാവശ്യം തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ചപ്പാത്തി പരത്തുന്ന പോലെ തിന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പാടില്ല. എന്നിട്ട് ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേപ്പർ ഇതിൻ്റെ മേലെ വെച്ച് ചുറ്റുമുള്ള ഭാഗം വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം നമ്മൾ കളയൊന്നും വേണ്ട. നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഏകദേശം 1 മാസം വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാണ്ട് ഇരുന്നോളും. അങ്ങനെ ഇതിൻ്റെ 4 സൈഡ് നമ്മൾ ഇതേപോലെ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ പേപ്പർ എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ അരികുവശത്ത് ചില ഭാഗങ്ങളിലൊക്കെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് ഞാൻ ശരിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിവിടെ നിന്ന് അടർത്തിയെടുക്കാം. കണ്ടില്ലേ, ഞാൻ അത്യാവശ്യം തിക്നെസ്സിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കുപ്പി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുപ്പി തന്നെ വേണമെന്നില്ല, ഉരുണ്ട ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെയും മേലെയായിട്ട് ഞാനിപ്പോൾ ഈ പരത്തിയെടുത്തിട്ടുള്ള നമ്മളുടെ ക്ലേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്കെച്ച് പെന്നിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ ലിപ് ബാമിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. റൗണ്ടായിട്ട് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഞാനിതിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിൽ പെൻസിലും പെന്നൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പാകത്തിനുള്ള ഹോളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു 3 ദിവസം ഇങ്ങനെ തന്നെ വയ്ക്കാം. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കണ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ദിവസമൊക്കെ വെച്ചാൽ അത്യാവശ്യം ഉണങ്ങി കിട്ടും. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആകുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഉണങ്ങിയെന്ന് തോന്നിയാലും ഉള്ളിൽ തീരെ ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 3 ദിവസം ഇതിങ്ങനെ തന്നെ അനക്കാണ്ട് വെക്കുക. അതിന് ശേഷം നമ്മളിത് പതുക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഡ്രൈ ആയിട്ടുണ്ട്, പൊട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് എടുത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി നമ്മളിതിനെ ഒന്ന് മലർത്തി വെച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ മൊത്തത്തിലൊരു ഒരാഴ്ച 7 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് ഉണങ്ങി കിട്ടുക. അപ്പോൾ അത്രയും ദിവസം വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം. നമ്മളുടെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആകുമ്പോൾ ചെറുതായിട്ട് ക്രാക്സ് ഒക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിന്നായിട്ട് പരത്തരുത്, കുറച്ചൊരു തിക്നെസ് വേണമെന്ന് പറയണത്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യാണ്ട് തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ക്രീം കളറ് മതിയെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രേ കളറാണ് പെയിൻറ്റ് ചെയ്യണത്, ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ കളറ്. പക്ഷേ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ബ്ലാക്ക് പോലെ ആയിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഗോൾഡൻ കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ചുറ്റുള്ള ഈ അരുകു വശമുണ്ടല്ലോ അവിടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. കുറച്ചൊരു ഭംഗി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യണതാണ്. അതേപോലെ ഓരോ റൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലും നമ്മൾ ഈ ഗോൾഡൻ കളർ പെയിൻ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒടിക്കാൻ വേണ്ടി പൊട്ടിക്കണം എന്ന് വിചാരിച്ച് ഒടിച്ചൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. പക്ഷേ നമ്മളിതൊരു പെൻസിൽ ഹോൾഡർ ആയിട്ടാണല്ലോ യൂസ് ചെയ്യണത്. ആ ഒരു ഉപയോഗത്തിന് നോക്കുമ്പോൾ ഇത് സ്ട്രോങ് ആണ്, ഇതിനൊന്നും പറ്റില്ല. ഇനി ഇത് നമ്മുടെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് പ്രത്യേകമായിട്ടും നമ്മളിതിൽ വാർണിഷ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ പെബിയോടെ പിക്ചർ വാർണിഷ്, സ്പ്രേ വാർണിഷാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വാർണിഷിനൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് ഇത് വാർണിഷ് സ്പ്രേ ചെയ്യാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മളുടെ പെൻസിൽ ഹോൾഡർ അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആകുമ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഇത് കേടായി പോവോ നാശമായി പോവോ, അങ്ങനത്തെ ഒരു സംശയം വേണ്ട. കാരണം ഈ ഒരു ബോട്ടിൽ ഞാൻ ഒരു 5 മാസം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. ഇതിലത്തെ ഈ പൂക്കളും ഇലകളൊക്കെ നമ്മുടെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുവരെയായിട്ട് ഇതിനൊരു കുഴപ്പവും വന്നിട്ടില്ല കേട്ടോ. ഞാനിത് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നല്ല തണുപ്പ് കാലമായിരുന്നു, ഇപ്പം നല്ല ചൂടുകാലമാണ്. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടൊന്നും ഇതിനൊരു കുഴപ്പം വന്നിട്ടില്ല. അപ്പോൾ ചിലവർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഇത് അന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇത് അലിഞ്ഞു പോവോ, കേടായി പോവോ, നാശമായി പോവോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഉണ്ടാക്കിയതിന് ഒരു കുഴപ്പവും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള സെയിം മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്